friends, welcome to SATC. നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് 10 കെമിസ്ട്രി ചാപ്റ്റർ 5ലെ പാർട്ട് 9 ആണ്. ടെമ്പറേച്ചർ ആൻഡ് കെമിക്കൽ ഇക്വിലിബ്രിയം, ഇൻഫ്ലുവൻസ് ഓഫ് ടെമ്പറേച്ചർ ഓൺ ഇക്വിലിബ്രിയം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രഷർ പഠിച്ചു, അതിന് മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കോൺസെൻട്രേഷൻ പഠിച്ചു, അതിന് മുന്നേ നമ്മൾ ലെഷർ പ്രിൻസിപ്പിൾ, കെമിക്കൽ ഇക്വിലിബ്രിയം എന്താണെന്ന് വെച്ചു. ഇതൊക്കെ ബന്ധപ്പെട്ട ക്ലാസ്സുകളാണ്. ഇതൊക്കെ നന്നായിട്ട് മനസ്സിലായാലാണ് നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ നമുക്ക് എന്താണ് ടെമ്പറേച്ചർ എന്ന് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ മെഷർമെൻറ്റ് യൂസ്ഡ് ടു മെഷർ ദ ഹോട്ട്നെസ് ഓർ കോൾനെസ് ഓഫ് എ ബോഡി. നിങ്ങൾ ഒരു ഐസ് എടുത്തിട്ട് നിങ്ങളുടെ കയ്യിൽ വെച്ചാൽ നിങ്ങൾക്ക് എന്താ തോന്നുക? നിങ്ങൾക്ക് തണുപ്പാണ് തോന്നുക. സത്യത്തിൽ എന്താ സംഭവിച്ചത്? ഈ ഐസ് നിങ്ങളുടെ കയ്യിലേക്ക് വരികയും നിങ്ങളുടെ ശരീരത്തിൽ നിന്നും ചൂട് സ്വീകരിച്ച് അതെന്താണ് ഉരുകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ നിന്നും ചൂട് നഷ്ടമായതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്ത് തോന്നിയത്? കൂളായിട്ട് തോന്നിയത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ചൂട് നിങ്ങളുടെ ശരീരം നഷ്ടമായപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി? കൂളായിട്ട് തോന്നി. നമ്മൾ ഇതിന് ഇത്തിരി ടെമ്പറേച്ചർ കുറവാണെന്ന് പറയും, അതായത് ഹോട്ട്നെസ് എന്താണ് കുറവാണെന്ന് പറയും. അപ്പോൾ ചൂട് എത്രത്തോളം ഉണ്ട് ഇല്ല എന്ന് അളക്കുന്ന ഒരു മീഡിയമാണ് ടെമ്പറേച്ചർ. നമ്മൾ പിന്നീട് ഫിസിക്സിൽ ഒരു ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ആക്ച്വലി ടെമ്പറേച്ചർ ഈസ് ദ കൈനറ്റിക് എനർജി ഓഫ് ദ മോളിക്യൂൾസ്. എന്താണ് കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു സിസ്റ്റം എടുക്കുക, അതിനകത്ത് കുറേ മോളിക്യൂൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് മൂവ് ചെയ്യണം, കണ്ടോ? സോ ദ എനർജി ഡ്യൂ ടു മോഷൻ ഇറ്റ് ഈസ് നോൺ ആസ് കൈനറ്റിക് എനർജി. മൂവ് ചെയ്യാനുള്ള എനർജി, സഞ്ചരിക്കാനുള്ള എനർജി, അതാണ് കൈനറ്റിക് എനർജി. മനസ്സിലായോ? നിങ്ങൾ സാധാരണ ഒരു വെള്ളം എടുത്തു കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി കുറവാണ്. നിങ്ങളൊന്ന് ചൂടാക്കിയാലോ? ചൂടാക്കി കഴിഞ്ഞാൽ അതിങ്ങനെ പറയുന്ന എന്താണ്? kinetic energy increases. What happens when kinetic energy increases? Molecules come closer and closer. They react with each other. മനസ്സിലായോ? അപ്പോൾ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴാണോ ചൂട് കൂട്ടുന്നത്, ഹോട്ട്നെസ് കൂട്ടുന്നത്, അപ്പോൾ എന്താണ്? ടെമ്പറേച്ചർ ആയി എന്ന് പറയും, ടെമ്പറേച്ചർ കൂടിയെന്ന് പറയും. ഹോട്ട്നെസ് കുറയ്ക്കുമ്പോൾ ടെമ്പറേച്ചർ കുറച്ചു എന്ന് പറയും. ഓക്കെ, അപ്പോൾ കൈനറ്റിക് എനർജി കൂടുമ്പോഴാണ് ആക്ച്വലി എന്ത് വരുന്നത്? ടെമ്പറേച്ചർ കൂടുക. കൈനറ്റിക് എനർജി കുറയുമ്പോഴോ ടെമ്പറേച്ചർ കുറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ടെമ്പറേച്ചർ കൈനറ്റിക് എനർജിയായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നിങ്ങളൊരു വസ്തുവിനെ ചൂടാക്കുമ്പോൾ ഇഫ് യു ഇൻക്രീസ് ഹോട്ട്, what happened? Their kinetic energy increases. So total kinetic energy is known as the hotness, okay, heat. Total kinetic energy of this system is known as heat, and the average kinetic energy is known as temperature. That is physics. അത് നമ്മൾ വിട്ടോളൂ. നമുക്ക് ഇത്ര മനസ്സിലാക്കിയാൽ മതി. ചൂടാക്കുമ്പോൾ മോളിക്യൂൾസിന് എന്ത് കിട്ടും? കൈനറ്റിക് എനർജി, മൂവ് ചെയ്യാനുള്ള എനർജി. അത് കൂടുതലാണെങ്കിൽ പെട്ടെന്ന് പ്രവർത്തിക്കും. മനസ്സിലായോ? അപ്പോൾ ചൂട് എപ്പോഴും നല്ലതാണ് കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യാനായിട്ട്. പക്ഷേ അമോണിയ ഉണ്ടാകുന്ന റിയാക്ഷനിൽ നിങ്ങൾ എന്നും പറഞ്ഞ് ചൂടാക്കിയാൽ എന്ത് സംഭവിക്കും? ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ്. നൈട്രജൻ റിയാക്ട് വിത്ത് ഹൈഡ്രജൻ ടു ഫോം അമോണിയ. ഇവിടെ ഹീറ്റ് നിങ്ങൾ ഇപ്പുറ സൈഡ് എഴുതണം, എന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുള്ളൂ. ഇവിടെ ഹീറ്റ് ഒരു ബൈ പ്രോഡക്റ്റ് ആണ്. സോ വെൻ യു ഇൻക്രീസ് ദ ഹീറ്റ്, വാട്ട് ഹാപ്പൻ? ദിസ് ഈസ് ദ ഇക്വിലിബ്രിയം സ്റ്റേറ്റ്. വെൻ യു ഇൻക്രീസ് ദ ഹീറ്റ്, വാട്ട് ഹാപ്പൻ? ബാക്ക്വേർഡ് റിയാക്ഷൻ ഹാപ്പൻ. അപ്പോൾ എന്താ സംഭവിക്കുക? അമോണിയ വിഘടിച്ച്, ആ ഹീറ്റ് കൊണ്ട് അമോണിയ വിഘടിച്ച് വീണ്ടും നൈട്രജൻ ഉണ്ടാവും. നമ്മുടെ ലക്ഷ്യം അമോണിയ ഉണ്ടാക്കലാണ്, നൈട്രജൻ ഉണ്ടാക്കലല്ല. അപ്പോൾ ഹീറ്റ് നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം. പക്ഷേ ഹീറ്റ് കുറച്ചാൽ, സാർ നേരത്തെ പറഞ്ഞു, വെൻ യു ഡിക്രീസ് ദ ഹീറ്റ്, വാട്ട് ഹാപ്പൻ ഈസ് ദർ കൈനറ്റിക് എനർജി ഡിക്രീസസ്. സോ ദേ സ്ലോലി കം, വളരെ പതുക്കെ വരുള്ളൂ. അപ്പോൾ പതുക്കെയാണ് എന്ത് ചെയ്യുക? ഇക്വിലിബ്രിയം അറ്റൻഡ് ചെയ്യുള്ളൂ. സോ മിനിമം ടെമ്പറേച്ചർ വേണം, ദാറ്റ് ഈസ് 450 ഡിഗ്രി സെൽഷ്യസ്. ഒരു 450 വേണം. എന്തിനാണ്? അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കെമിക്കൽ ഇക്വിലിബ്രിയത്തിൽ എത്തൂല. പക്ഷെ കൂട്ടാൻ പാടില്ല. കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അമോണിയ വിഘടിച്ച് വീണ്ടും നൈട്രജനും ഹൈഡ്രജനായിട്ട് മാറും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ 2 വേർഡുകൾ കൂടി നമ്മൾ പഠിക്കാനുണ്ട്. ഒന്ന്, ഫോർ എക്സാമ്പിൾ NH4Cl. NH4 അമോണിയം ക്ലോറൈഡ് വിഘടിച്ച് NH3 + HCl ഉണ്ടാകുന്ന റിയാക്ഷൻ. ഇവിടെ ഹീറ്റ് ചെയ്താലാണ്, അതായത് ചൂട് കൂട്ടിയാലാണ് അമോണിയം ക്ലോറൈഡ് വിഘടിക്കുള്ളൂ. അപ്പോൾ അമോണിയം ക്ലോറൈഡ് എന്ത് ചെയ്ത്? ചൂടിനെ അങ്ങോട്ട് സ്വീകരിച്ചിട്ട് വിഘടിച്ചു. അപ്പോൾ സ്വീകരിക്കുന്ന റിയാക്ഷൻ, ഹീറ്റിനെ സ്വീകരിക്കുന്ന റിയാക്ഷൻ നമ്മൾ ഹീറ്റ് എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് പറയും. എന്താണ്? എൻഡോതെർമിക് റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ ഹീറ്റിനെ സ്വീകരിക്കുന്ന റിയാക്ഷൻ എൻഡോതെർമിക് റിയാക്ഷൻ. ഓക്കെ, ഹീറ്റിനെ റിലീസ് ചെയ്യുന്ന റിയാക്ഷൻ ഉണ്ട്, അതായത് അത് ഉണ്ടായി കഴിയുമ്പോൾ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അത് ഉണ്ടായി കഴിയുമ്പോൾ ഇപ്പോൾ ഇവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യല്ലേ, ഹീറ്റ് പ്രൊഡക്ട്സ് ചെയ്തല്ലേ, അത്തരം റിയാക്ഷന് നമ്മൾ എക്സോതെർമിക്, ഹീറ്റ് എക്സിറ്റ് എന്ന് പറയും, എക്സോതെർമിക് എന്ന് പറയും. അപ്പോൾ ഇവിടെ ദിസ് ഈസ് എക്സോതെർമിക് റിയാക്ഷൻ. മനസ്സിലായോ? ബിക്കോസ് ഹീറ്റ് റിലീസ്ഡ് കണ്ടോ? ഇവർക്ക് പ്രവർത്തിക്കാൻ ഹീറ്റ് വേണ്ട, മിനിമം ടെമ്പറേച്ചർ വേണം. അത് നമ്മൾ ഹീറ്റായിട്ട് കണക്കാക്കണ്ട. അത് ഏതൊരു റിയാക്ഷനും ഒരു മിനിമം ടെമ്പറേച്ചർ വേണം. അതല്ല ഞാൻ പറയുന്നത്.
ഇവിടെ ഹീറ്റ് കൊടുത്തിട്ടല്ല, ഇവർ പ്രഷർ കൊടുത്തിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. ഉണ്ടാവുന്ന അമോണിയയുടെ ഒപ്പം ഹീറ്റും കൂടി ഉണ്ടാകുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ ഹീറ്റ് ഒരു പ്രോഡക്റ്റ് സൈഡിൽ വന്നാൽ നമ്മൾ പറയും എക്സോതെർമിക്, ആ ഫോർവേഡ് റിയാക്ഷൻ എക്സോതെർമിക്. എന്നാൽ ഹീറ്റും കൊണ്ട് എന്താണ്, ഹീറ്റ് കൊണ്ടാണ് ആ റിയാക്ഷൻ നടന്നതെങ്കിൽ ഹീറ്റ് സ്വീകരിക്കുന്ന റിയാക്ഷൻ നമ്മൾ എന്ത് പറയും, എൻഡോതെർമിക് റിയാക്ഷൻ. എന്തിനാണ് ഇത് പഠിപ്പിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് നിങ്ങൾക്ക് ഇതൊന്നും തരാണ്ട് ഇങ്ങനെ നോക്കിയാണ്, A + B gives C + D. ഇതെന്ത് ഇവിടെ എഴുതിയാണ് എൻഡോതെർമിക്. ഇങ്ങനെ തന്നിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ്, വാട്ട് ഹാപ്പൻ when the heat increases, temperature increases, what happen? ഇതാണ് ചോദ്യം മനസ്സിലായോ? ഇങ്ങനൊരു റിയാക്ഷൻ തന്നിട്ട് ടെമ്പറേച്ചർ കൂട്ടി എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ കൂട്ടുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എൻഡോതെർമിക് എന്ന് പറയുന്നത് എന്താണ്, ബാക്ക്വേർഡ് ആണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് എന്താണ് എൻഡോതെർമിക് എന്ന് പറയുമ്പോൾ ഹീറ്റ് സ്വീകരിച്ചിട്ടാണ് അവർ ഇങ്ങനെയായിട്ട് മാറുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഹീറ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ചിന്തിക്കണം, when the temperature increases, what happens? Heat is which side heat? This side. When temperature increases, this side increases. What happens? Backward reaction. കണ്ടോ, ടെമ്പറേച്ചർ കൂടുമ്പോൾ ഈ സൈഡ് കൂടും. അപ്പോൾ ഈ രണ്ട് സൈഡ് ഈക്വലാണ്. ഇവിടെ കൂടുതലാണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കണ്ടോ, ഇത് രണ്ടും ഈക്വൽ ആയിരുന്നു, പെട്ടെന്ന് ഇത് കൂടി. അപ്പോൾ എന്താണ്, ഇത് കുറയണമെങ്കിൽ താഴേക്ക് ഇറങ്ങി വരണമെങ്കിൽ ഇവിടുന്ന് കുറച്ച് പേര് ഇങ്ങോട്ട് വരണം. കണ്ടോ, സോ എന്ത് സംഭവിക്കുന്നു, ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കുന്നു എന്ന് എഴുതാം. ശ്രദ്ധിക്കുക, എല്ലാ എൻഡോതെർമിക് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് എഴുതരുത്. എൻഡോതെർമിക് എവിടെയാണോ, ഇപ്പോൾ ഇവിടെ നോക്കൂ, ഈ ഒരു റിയാക്ഷൻ നോക്കാം. ഇവിടെ ദിസ് ഈസ് എൻഡോതെർമിക്. വാട്ട് ഈസ് എൻഡോതെർമിക്? ഹീറ്റ് സ്വീകരിച്ചിട്ടാണ് അമോണിയ എന്താണ് വിഘടിച്ചിട്ട് ഇവരായിട്ട് മാറുന്നത്. ദിസ് ഈസ് എൻഡോതെർമിക്. അപ്പോൾ ഇവിടെ ഹീറ്റ് കൂട്ടിയാൽ എൻഡോതെർമിക് റിയാക്ഷൻ നടക്കുന്ന എഴുതണം. സോ വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ്, വാട്ട് ഹാപ്പൻ? എൻഡോതെർമിക് റിയാക്ഷൻ. When temperature increases, endothermic reaction happen. That is always endothermic. When you increase the temperature, endothermic reaction happen. But here the endothermic reaction is backward. So, അമോണിയയുടെ കേസിൽ നമ്മൾ എന്ത് ചെയ്യണം? ബാക്ക്വേർഡ്. കണ്ടോ, അപ്പോൾ അതിന് ഇത്രയേ ഉള്ളൂ. ഹീറ്റ് എവിടെയാണെന്ന് നോക്കാം, അവിടെ കൂട്ടി. അപ്പം എന്നാൽ ഈ സൈഡിലേക്ക് എന്താണ് റിയാക്ഷൻ നടക്കണം. ഹീറ്റ് പരീക്ഷയ്ക്ക് തരൂല, നിങ്ങളായിട്ട് മനസ്സിലാക്കണം അവിടെ ഹീറ്റ് ഉണ്ടെന്ന്. ഓക്കെ, ഇങ്ങനെ തരാം എൻഡോതെർമിക് എന്നുള്ളത്. ഒന്നില്ലെങ്കിൽ എൻഡോതെർമിക് കൂട്ടിയാൽ എൻഡോതെർമിക് എങ്ങോട്ടാണോ ആ റിയാക്ഷൻ എപ്പോഴും ഇൻക്രീസ് ചെയ്യും. ടെമ്പറേച്ചർ കൂട്ടിയാൽ എൻഡോതെർമിക് എങ്ങോട്ടാണോ അത് എപ്പോഴും ഇൻക്രീസ് ചെയ്യും. പക്ഷേ ഇവിടെ എൻഡോതെർമിക് എക്സോതെർമിക് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഹീറ്റ് ആഡ് ചെയ്ത് അങ്ങനെ കണ്ടുപിടിക്കണം. ഈ ഹീറ്റ് തന്നിട്ട് എക്സോതെർമിക് എൻഡോതെർമിക് തന്നിട്ടില്ലെങ്കിൽ എൻഡോതെർമിക് നിങ്ങളിവിടെ ആഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ക്ലിയർ? ഒന്നുകൂടി സാർ പറയാം. ടെമ്പറേച്ചർ കൂടുമ്പോൾ ടെമ്പറേച്ചർ എവിടെയാണോ ആ സൈഡ് കൂടി. അപ്പോൾ ആ സൈഡ് കുറയണമെങ്കിൽ ഇപ്പുറ സൈഡിലേക്ക് റിയാക്ഷൻ എടുക്കണം. അപ്പോൾ ബാക്ക്വേർഡ് റിയാക്ഷൻ. അതൊന്ന് അങ്ങനെ മനസ്സിലാക്കാം. രണ്ട്, ടെമ്പറേച്ചർ കൂടുമ്പോൾ എപ്പോഴും എൻഡോതെർമിക് റിയാക്ഷനാണ് നടക്കേണ്ടത്. എന്താണ് എൻഡോതെർമിക്? ടെമ്പറേച്ചർ സ്വീകരിച്ചിട്ട് നടക്കുന്ന റിയാക്ഷൻ. ഇപ്പോൾ ഇവിടെ ഇങ്ങോട്ടുള്ളതാണ് എൻഡോതെർമിക്, അതുകൊണ്ട് ബാക്ക്വേർഡ് റിയാക്ഷൻ നമ്മൾ എഴുതി. ഇനി വാട്ട് ഹാപ്പൻ വെൻ ടെമ്പറേച്ചർ ഡിക്രീസസ്? വെൻ ടെമ്പറേച്ചർ ഡിക്രീസസ് എക്സോതെർമിക് റിയാക്ഷൻ. ടെമ്പറേച്ചർ നമ്മൾ കുറച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശ്രദ്ധിക്കണം. ടെമ്പറേച്ചർ കുറച്ചു എന്ന് പറഞ്ഞാൽ ഹീറ്റിനെ എടുത്ത് മാറ്റി. ശരിക്കും അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അമോണിയ ഉണ്ടാകുന്ന നിർമ്മാണത്തിൽ അമോണിയ നമ്മൾ കൂളറിലൂടെ തണുപ്പിലൂടെ കടത്തിവിടും. എന്ന് വെച്ചാൽ ഉണ്ടാവുന്ന ഹീറ്റ് നമ്മൾ കുറച്ചു എന്നാണ്. അപ്പോൾ ഒരാളെ നമ്മളിവിടെ നിന്ന് എടുത്ത് മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ അളവ് കുറയുക എന്നാണ് അർത്ഥം. ഇവിടുത്തെ അളവ് കുറഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കണം? അങ്ങോട്ട് റിയാക്ഷൻ നടക്കണം. അപ്പോൾ കെമിക്കൽ ഇക്വിലിബ്രിയം പോയി, അതുകൊണ്ട് എന്താണ് അത് ഈക്വൽ ആവാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് റിയാക്ഷൻ ഇങ്ങോട്ട് നടക്കണം. സോ എക്സോതെർമിക് റിയാക്ഷനിൽ ഇവിടെ ഇൻ ദിസ് കേസ് എക്സോതെർമിക് റിയാക്ഷൻ ഹാപ്പൻ, that is forward. ഓക്കെ, ഇതാണ് ഒരു എക്സാമ്പിൾ. രണ്ടാമത്തെ എക്സാമ്പിൾ ഇത് നേരെ റിവേഴ്സ് ആവും നോക്കിക്കോളൂ. ഫോർ എക്സാമ്പിൾ NH4Cl പ്ലസ് ഹീറ്റ് ഗീവ്സ് NH3 പ്ലസ് HCl. ഹീറ്റ് പരീക്ഷയ്ക്ക് തരില്ല, നിങ്ങൾ മനസ്സിലാക്കണം. NH4Cl മാത്രം തന്നിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ NH4Cl ഹീറ്റ് കൂട്ടുമ്പോൾ എന്തായിട്ട് മാറും? അമോണിയയും HCl ആയിട്ട് മാറും. ഇൻ ദിസ് റിയാക്ഷൻ വിച്ച് ഈസ് എൻഡോതെർമിക് റിയാക്ഷൻ. ദിസ് വൺ എൻഡോതെർമിക്. സോ ഇവിടെ മുകളിലാണ് എൻഡോതെർമിക്, കണ്ടോ? സോ when you increase temperature, what happen? Endothermic reaction happen. But here this is forward reaction. So when increase temperature, what happen? Endothermic reaction. അത് എപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും. But in this example, it is ടെമ്പറേച്ചർ സ്വീകരിച്ചത് ഉണ്ടാവേണം. It is forward.
വളരെ ശ്രദ്ധിക്കണം. ബട്ട് ഇൻ ദിസ് എക്സാമ്പിൾ ഇറ്റ് ഈസ് ബാക്ക്വേർഡ്, കാരണം ടെമ്പറേച്ചർ ഈസ് ഹിയർ. ശ്രദ്ധിച്ചോ, വളരെ ശ്രദ്ധിക്കണം. അവിടെ ടെമ്പറേച്ചർ കൂടിയപ്പോൾ ആ സൈഡ് കൂടി ഇപ്പോൾ ഇങ്ങും കൂടുകയാണ്. ഇവിടെ ടെമ്പറേച്ചർ കൂടിയപ്പോൾ ഈ സൈഡിലേക്ക് പോയി. കേട്ടോ, ടെമ്പറേച്ചർ എവിടെയാണോ എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ എൻഡോതെർമിക് റിയാക്ഷൻ ഏതാണോ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. എൻഡോതെർമിക് റിയാക്ഷൻ ഹാപ്പൻ, അങ്ങനെ പഠിച്ചാലും മതി. ഓക്കെ, ഇനി എൻഡോതെർമിക് എക്സോതെർമിക് തന്നിട്ടില്ലെങ്കിലാണ് ഞാൻ പറഞ്ഞത് ഹീറ്റ് എവിടെയാണോ ആ സൈഡ് രണ്ടും നോക്കുക. ഹീറ്റ് ഇവിടെയാണെങ്കിൽ അത് കൂടി അപ്പോൾ ഇങ്ങോട്ട്, ഹീറ്റ് കുറഞ്ഞു അപ്പോൾ ഇങ്ങോട്ട്. കേട്ടോ, അങ്ങനെ മനസ്സിലാക്കി വേണം നമ്മളിത് ഉത്തരം എഴുതാനായിട്ട്. ഓക്കെ, ക്ലിയർ? ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് 450°C നമ്മൾ ഉപയോഗിക്കുന്നത്? ഹീറ്റ് നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ അമോണിയയുടെ അളവ് കുറയലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് പിന്നെ എന്തിനാണ് 450°C അവിടെ എടുക്കണേന്ന് ചോദിക്കാം എക്സാമിന്. അങ്ങനെ നിങ്ങൾ പറയണം, ഒരു റിയാക്ഷൻ നടക്കണമെങ്കിൽ മിനിമം ടെമ്പറേച്ചർ ആവശ്യമാണ്. അതായത് മോളിക്യൂൾസ് അവരുടെ ത്രെഷോൾഡ് എനർജിയിലെത്തി കൂട്ടിമുട്ടണം. പക്ഷേ ആ മിനിമം ടെമ്പറേച്ചർ 450°C എങ്കിലും വേണം അമോണിയ ഉണ്ടാക്കാൻ. അല്ലെങ്കിൽ റിയാക്ഷൻ പതുക്കെ നടന്ന് പതുക്കെയാണ് അവർ കെമിക്കൽ ഇക്വിലിബ്രിയത്തിൽ എത്തുള്ളൂ. സോ അത് സംഭവിക്കാൻ പറ്റില്ല, വേഗത്തിലെത്താൻ വേണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മിനിമം ടെമ്പറേച്ചറായ 450°C ഉപയോഗിക്കുന്നത്. ഓക്കെ, ക്ലിയർ? സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദി ടെമ്പറേച്ചർ ആൻഡ് കെമിക്കൽ ഇക്വിലിബ്രിയം. ഒരിക്കൽ കൂടി പറയാം, ടെമ്പറേച്ചർ കൂട്ടിയാൽ എൻഡോതെർമിക് റിയാക്ഷൻ നടക്കും, ടെമ്പറേച്ചർ കുറച്ചാൽ എക്സോതെർമിക് റിയാക്ഷൻ. എന്താണ് എൻഡോതെർമിക് റിയാക്ഷൻ? ടെമ്പറേച്ചറിനെ സ്വീകരിച്ചുകൊണ്ട് ചൂടിനെ സ്വീകരിച്ചുകൊണ്ട് നടത്തുന്ന റിയാക്ഷനാണ് എന്താണ് എൻഡോതെർമിക്. അപ്പോൾ അവിടെ എന്താണ് ചൂട് സ്വീകരിക്കുകയാണ്, ചൂടുണ്ടാവുന്നില്ല. എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ചൂട് പുറത്തേക്ക് വരുന്ന റിയാക്ഷനാണ് എക്സോതെർമിക്. അമോണിയ ഉണ്ടാവുന്ന റിയാക്ഷനിൽ എക്സോതെർമിക്കാണ്. ഓക്കെ, ഫോർവേഡ് റിയാക്ഷൻ എക്സോതെർമിക്കാണ്. അപ്പോൾ ചൂട് കൂട്ടിയാൽ എൻഡോതെർമിക് റിയാക്ഷനും ചൂട് കുറച്ചാൽ എക്സോതെർമിക് റിയാക്ഷൻ നടക്കും. ഇനി അതൊന്നും വേണ്ട, ഹീറ്റ് എവിടെയാണെന്ന് നോക്കുക. ചൂട് കൂട്ടിയാൽ ഹീറ്റ് ഉള്ള സ്ഥലം കൂടും. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുക, അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ റിവേഴ്സ് സൈഡിലേക്ക് എന്താണ് റിയാക്ഷൻ നടക്കും. ക്ലിയർ? ഓക്കെ, താങ്ക് യു വെരി മച്ച്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.